ഗൈസ് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരമ്പലത്തിൽ പോകാൻ. ആ അമ്പലം നിങ്ങൾ കാണും, ഏതാണെന്ന് ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. ഇവിടെ അതിൻ്റെ ഒരുക്കത്തിലെല്ലാവരും. കുളി കഴിഞ്ഞു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇതാ ഞങ്ങൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഉത്രാളിക്കാവ് ദേവീക്ഷേത്രത്തിൽ പോകണം. അപ്പം ഇന്ന് രാവിലെ ഉത്രാളിക്കാവിലേക്ക് പോവുകയാണ്. നമുക്ക് അവിടെ വെച്ച് കാണാം. കണ്ടോ, ഓടി നടന്ന് ഒരുങ്ങുവാണ് ഇയാളങ്ങ്, ഓടി നടന്ന് ഒരുങ്ങുവാണ് അമ്പലത്തിൽ പോകാൻ വേണ്ടി. അപ്പൂസേ, നമ്മൾ ഏത് അമ്പലത്തിലാണ് പോകുന്നത്? പറയാം അപ്പൂസേ, ഏത് അമ്പലത്തിലാണ് പോകുന്നത്? പറയൂ. അപ്പൂസിനെ അറിയത്തില്ല. പൊട്ടൻ തിന്നടാ. പൊട്ടൻ എങ്ങനെയാണ് തൊട്ട് വെച്ചേക്കുന്നത്? അയ്യേ, എടുത്ത് മാറ്റി പൊട്ട്. നമ്മൾ എവിടെ പോവാ? പോടാ അപ്പൂസേ. അപ്പൂസേ എവിടെ പോവാ? പറ, എവിടെ പോവാന്ന് പറ. എവിടെ പോവാ? നമ്മൾ എവിടെ പോവാ? പറയാമോ അപ്പൂസേ? നമ്മൾ എവിടെ പോവാന്ന് പറയൂ. എവിടെ പോവാന്ന് പറ. കാര്യമായിട്ട് ഒരുങ്ങുവാണ്. നെറ്റിക്കൊരു പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട്. അപ്പൂസേ, ഈ നെറ്റിക്ക് ഒട്ടേക്കുന്ന പൊട്ട് എന്തിനാടാ? അപ്പൂസേ എവിടെ പോടാ? അപ്പൂസേ എവിടെ പോ? നീ എവിടെ പോവാ? എവിടെ പോവാന്ന് പറ. ഫോട്ടോ എടുക്കാനൊന്നും വയ്യ. എവിടെ പോവാന്ന് പറ. എവിടെ പോവാന്ന് പറ. എവിടെ പോവാടി? ഏതമ്പലത്തില്? ആ, എന്തൊരു ഒരുക്കമാടി ഇത്. ഭയങ്കര ഒരുക്കം തന്നെ കേട്ടാ. സത്യം പറഞ്ഞ അമ്മയും മോനും ഭയങ്കര ഒരുക്കമാണ്. 2 മണിക്കൂർ വേണം ഒരുങ്ങാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഉത്രാളിക്കാവിലേക്ക് പോവാണ്. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ അവിടെ കാണാം എല്ലാവരും. ഇവിടെ പോകുന്ന അമ്പലത്തിൽ പോകണോ? പറ. ദേഷ്യം നോക്ക്, എന്തൊരു ദേഷ്യമാണ്. ശരി, അപ്പൂസിന് ഭയങ്കര ദേഷ്യമാണ്. ഇത് കണ്ടോ, ഉത്രാളിക്കാവ് അമ്പലം കണ്ടോ? അപ്പൂസ് നമുക്ക് അങ്ങോട്ട് നോക്കി. ഉത്രാളിക്കാവ് അമ്പലം കണ്ടോ? ഇതാണ് നമ്മൾ പറഞ്ഞ ഉത്രാളിക്കാവ് ക്ഷേത്രം, ദേവീക്ഷേത്രം. ചെങ്കനൽ മലർ കണ്ണിൽ ദുർഗാങ്കുരം, എന്നുടൽ തുടി ശ്രുതിയിൽ രാഗാമൃതം, പുതിയൊരു ജീവന്റെ മിഴിയോത്സവം തായേ. അങ്ങനെ ഞങ്ങള് ഉത്രാളിക്കാവിലെത്തിയിരിക്കുകയാണ്. അവരങ്ങ് പോയി. ഇതാണ് ഉത്രാളിക്കാവ് ദേവീക്ഷേത്രം. അതിമനോഹരമായ സ്ഥലം. വ്യൂ കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ പുറകെ കൂടെ റെയിൽവേ പാളമാണ്. റെയിൽവേ പാളത്തിൽ ട്രെയിൻ പോകുന്നത് കണ്ട. അമ്പലത്തിൻ്റെ തൊട്ട് പുറകെ കൂടെയാണ് ട്രെയിൻ പോകുന്നത്. കണ്ടോ, ഇതിൻ്റെ സെൻട്രലായിട്ടാണ്, ഈ റെയിൽവേ പാളത്തിൻ്റെ സെൻട്രലായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇതുണ്ട്, റോഡിൽ കൂടെ നേരിട്ടുള്ള വഴി മാത്രമേ ഉള്ളൂ. ബാക്കി ഫുള്ള് പാടത്താ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ പാടത്തിന് തൊട്ട് മധ്യത്തിലായിട്ട് അമ്പലം. ഇതാ വന്ദേ ഭാരത് പോകുന്നു ട്രെയിന്. ക്ഷേത്രത്തിന് ഫ്രണ്ടിൽ കൂടെ പോകുന്നു, ബാക്കി കൂടെ. ക്ഷേത്രത്തിന് തൊട്ട് ബാക്കി കൂടെയാണ്. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് തൊട്ട് ബാക്കി കൂടെ. കണ്ട അപ്പൂസേ ഉടുപ്പൊക്കെ ഊരിയിട്ട് എവിടെ ഇരിക്കുന്നത് അറിയോ? ദേവീക്ഷേത്രത്തില്. ദേവീക്ഷേത്രത്തില്? ഉത്രാളിക്കാവ്. ഇത് കണ്ട അപ്പൂസേ, അമ്പലം അടയ്ക്കാൻ പോന്നു. വേഗം ഉടുപ്പിട്ടോ. എന്താ, അമ്പലം അടച്ച്. സമയം എത്രയായി നോക്കി? സമയം എത്രയായി ഇപ്പം? അച്ചു സമയം എത്രയായി? 11 മണിയല്ലേ? അമ്പലം അടച്ചല്ലോ.
നമ്മൾ തൊഴുതിറങ്ങിയപ്പോൾ തന്നെ നമ്മൾ അടച്ചു. ഭാഗ്യമുണ്ട് നമ്മൾ നേരത്തെ വന്നേ. നമ്മൾ 1/4 മണിക്കൂർ നേരത്തെ ആണെന്നല്ലോടാ. എന്ത് കഴിക്കാൻ? അവന് പായസം കഴിക്കാൻ വേണ്ടി, അമ്പലത്തിൽ നിന്ന് മേടിച്ച പായസം കഴിക്കാൻ വേണ്ടി അപ്പോസ് ഇവിടെ പ്രാളപ്പെടുക. ആ, പായസം കഴിക്കാൻ വേണ്ടിയാണോ? അങ്ങ് ചെന്നിട്ട് കഴിക്കാം നമുക്ക്. വീട്ടിൽ ചെന്നിട്ട് കഴിക്കാടാ അപ്പൂസേ. വീട്ടിൽ ചെന്നിട്ട് കഴിക്കാമെന്ന്. അടി തരുമേ അപ്പൂസിനെ. അച്ഛൻ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറിയിട്ട് ഇതാ പോകാൻ തുടങ്ങുകയാണ്. അപ്പൂസും ചപ്പലിടുവാണ്. അപ്പൂസേ 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 അപ്പൂസ് മോനെ. അങ്ങനെ എന്ത് കാറ്റാന്നറിയാം ഇവിടെ നിൽക്കാൻ. നല്ല ഭയങ്കരം കാറ്റാണ്. നല്ല സുഖമാണ് ഇവിടെ. നല്ല തണുപ്പും. ആ കാറ്റിന് തന്നെ എന്ന തണുപ്പാണെന്നറിയാമോ? ഉത്രാളിക്കാവ് ദേവീക്ഷേത്രം. അപ്പം ഞങ്ങൾ ഇവിടുന്ന് തൊഴുതിറങ്ങി ഇതാ പോകാൻ തുടങ്ങുകയാണ്. അതിന് മുമ്പായിട്ട് നിങ്ങളെ ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചേക്കാം വിചാരിച്ച് എടുത്ത വീഡിയോ ആണ്. കണ്ട എന്തോ ഇടുന്നല്ലോ, വരാമല്ലോ അപ്പൂസേ. അപ്പം ഞങ്ങൾ പോവാണ്.